നമസ്കാരം. ഈ ഭാര്യ ഭർത്തൃബന്ധത്തിലെ റിലേഷൻഷിപ്പിന് നല്ല പ്രാധാന്യമുണ്ട് അല്ലേ? അതുപോലെ തന്നെയാണ് ഏതെങ്കിലും ലവ് അഫെയർ ഉണ്ടാകുമ്പോൾ അതിനകത്തും ആ ബന്ധത്തിന്. പക്ഷേ അത് ഏതെങ്കിലും ഒരു നിമിഷം അത് വേർപിരിയുകയാണെങ്കിൽ ഇത് ഭയങ്കര വേദനാജനകമാണ് താനും. അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയുകയുള്ളൂ അല്ലേ? നമ്മൾ ഓർക്കും ഡിവോഴ്സ് കേസൊക്കെ ഉണ്ടായി വേർപിരിഞ്ഞു പോയി, അത് കുറച്ച് കഴിയുമ്പോൾ അവരതെല്ലാം മറന്നു പോയിക്കോളും എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെ സ്വാഭാവികമായിട്ട് അവരങ്ങനെ പെട്ടെന്നൊന്നും അത് മറക്കുമൊന്നുമില്ല. ഏത് ബന്ധമാണെങ്കിൽ പോലും അത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു നോവായിട്ട് തന്നെ കിടക്കും ഇല്ലേ? പിന്നെ ഏത് സമയത്തും ഏതെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവരതിനെ ഓർക്കുകയും ചെയ്യും. ഓ, ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാണല്ലോ, ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ വന്നതാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയും ചെയ്യും. അപ്പം അതൊരു അത്ര സുഖകരമായ ഒരവസ്ഥയൊന്നുമല്ല, വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. പക്ഷേ ചിലരെന്ത് കാണിക്കുമെന്നറിയാവോ? ഇങ്ങനെ ഒരു മാനസികാവസ്ഥ നിൽക്കുന്ന സമയത്ത് തന്നെ വേറൊരാളെ കല്യാണം കഴിച്ചിട്ടോ അല്ലെങ്കിൽ വേറൊരാളെ പ്രേമിച്ചിട്ടോ അയാളുടെ ബൈക്കിൻ്റെ പുറകിൽ കയറിയിരുന്ന് പോവുക, കാറിൽ കയറിയിരുന്ന് പോവുക, ഇവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് വേറൊരാളെ സംഘടിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതവർ പ്രായം നോക്കാറില്ല, ജോലി നോക്കാറില്ല, അയാളുടെ സ്വഭാവം എന്താണെന്ന് നോക്കാറില്ല, ഒന്നും നോക്കാറില്ല. അയാൾ ഏത് തരക്കാരനാണെന്നോ ഒന്നും നോക്കാതെ അയാളെ ആരാണ്, പെണ്ണാണേലും ആണാണേലും അവരെ ഒരെണ്ണം സംഘടിപ്പിച്ച് നടക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. ഇത് പലപ്പോഴും അവൻ്റെ ജീവിതം അല്ലെങ്കിൽ അവളുടെ ജീവിതം താറുമാറായി പോകുന്ന അവസ്ഥയിലേക്കാണ് വരുന്നത്. ഈ പെട്ടെന്ന് കാണുന്ന ആൾക്കാരെക്കുറിച്ച് നമുക്ക് ആർക്കും അറിയത്തില്ല അല്ലേ? അവരെന്ത് തരക്കാരാന്ന് നമുക്കറിയത്തില്ലല്ലോ. നമുക്ക് ഒരാളെ പരിചയപ്പെട്ട് കുറേ നാളുകൾ കഴിഞ്ഞാലേ നമുക്ക് അയാൾ ഏത് സ്വഭാവമാണ് എന്ന് മനസ്സിലാകുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഭാര്യ ഭർത്തൃബന്ധം തന്നെ നോക്കി എത്രയോ വർഷങ്ങളെടുക്കും ശരിക്കും അയാളുടെ സ്വഭാവം അല്ലെങ്കിൽ ആ ഭാര്യയുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ. ആദ്യകാലത്തൊക്കെ നമ്മൾ കാണും നല്ല സ്നേഹത്തോടെ ചിരിച്ച് കളിച്ച് നടക്കുന്ന ഭാര്യയും ഭർത്താവിനെയും കാണും. പക്ഷെ കാര്യത്തോടെ അടുക്കുമ്പോഴായിരിക്കും ഭാര്യയുടെ സ്വഭാവവും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്വഭാവം നമുക്ക് മനസ്സിലാകുന്നത് ഇല്ലേ? പെട്ടെന്നൊന്നും നമുക്ക് ആരെയും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അപ്പം പെട്ടെന്ന് കാണുന്ന ഒരാളെ അയാളുടെ കൂടെ കയറി നടക്കുക, അയാളെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ദുരന്തത്തിലേക്കായിരിക്കും പോയി ചെന്ന് ചാടുക. അപ്പോൾ എപ്പോഴും സൂക്ഷിക്കുക, വേറെ രണ്ടാമതൊരു ബന്ധം ഉണ്ടാക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതാണോ, ഇനി ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് താങ്ങാൻ പറ്റുന്നതായിരിക്കില്ല എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരിക്കണം ഇല്ലേ? എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് വേറെ രണ്ടാമതൊരു ബന്ധത്തിൽ ചെന്ന് ചാടുമ്പോൾ. അതിന് കുറച്ച് നാളുകൾ എടുത്ത ശേഷം മാത്രമേ നമ്മൾ അങ്ങനെ ഒരു ബന്ധത്തിൽ പോയി ചാടാവുള്ളൂ. അല്ലാണ്ട് ഒറ്റയടിക്ക് പോയി ചാടാൻ ശ്രമിക്കരുത്. കുറഞ്ഞത് ഒരു 1-2 വർഷമെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് നമ്മളിലുണ്ടായ തെറ്റുകൾ നമുക്ക് എന്തൊക്കെ തിരുത്താനുണ്ട് നമ്മുടെ ജീവിതത്തിൽ, അതെല്ലാം മനസ്സിലാക്കിയ ശേഷമേ അടുത്ത ബന്ധത്തിലേക്ക് പോകാവുള്ളൂ. അല്ലാണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം കടന്നു പോയവരാണ് എന്നും പറഞ്ഞുകൊണ്ട് അവരെ തോപ്പിച്ചിട്ട് തന്നെ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഒറ്റയടിക്കെന്ന് ചാടി അടുത്ത ബുദ്ധിമുട്ടും കൂടെ വരുത്തി വയ്ക്കാതിരിക്കുക. നമ്മളെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെ തിരുത്തലുകൾ വരുത്തണം, ഇനിയൊരു ബന്ധത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിച്ച ശേഷം. പല പെൺകുട്ടികളും രണ്ടാമതൊരു വിവാഹത്തിന് താല്പര്യമില്ലാത്ത ഒത്തിരി പെൺകുട്ടികളുണ്ട്. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആദ്യത്തെ അനുഭവം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുക. ഒത്തിരി പുരുഷന്മാരും ഉണ്ട് കല്യാണം കഴിക്കാത്തവർ. രണ്ടാമത്തെ വിവാഹം വേണ്ട എന്നും പറഞ്ഞിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. കാരണം ആദ്യത്തെ പോലെ തന്നെയാണ് രണ്ടാമത് കല്യാണം കഴിക്കണമെന്ന് ഒരു ചിന്ത അവരുടെ ഉള്ളിലുണ്ട്. ഇനി അതുപോലെ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടുപോയില്ലേ എന്ന് ചിന്തിക്കണവരുമുണ്ട്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ശരിയല്ലേ? ആദ്യത്തെ പോലെ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ അവർക്ക് താങ്ങാൻ പറ്റുന്ന അപ്പുറമായിരിക്കും. പിന്നെ ഒരു കാര്യം അതിനകത്തൊരു സത്യസന്ധമായിട്ട് പറയാം, എന്നാന്ന് വെച്ചാൽ എല്ലാവരും ഒരുപോലെയല്ല ഇല്ലേ? ആദ്യത്തെ ഒരാളെ പോലെ ആയിരിക്കില്ല രണ്ടാമത് വരുന്ന ആളും എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പം ചിലപ്പം അതിൽ അടിപൊളിയായിട്ടുള്ള ആളായിരിക്കും വരുന്നത്, ആദ്യത്തെക്കാലം നല്ല സ്നേഹമുള്ള ആളായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാം അല്ലേ? അപ്പം അതൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് തീരുമാനങ്ങളെടുത്ത് പരസ്പരം ചോദിച്ച് പറഞ്ഞൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരു കാര്യമുള്ള എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും നമ്മുടെ എല്ലാ കാര്യങ്ങളൊന്നും എല്ലാവരോടും പറയണ്ട. നമ്മുടെ ബാല്യത്തിലെയും കൗമാരത്തിലെയും യൗവനത്തിലെയും നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളും എല്ലാ കാര്യങ്ങളും പണ്ട് കാലത്ത് നടന്നതെല്ലാം ഒന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടിക്ക് പറ്റിയ ഒരു അവസ്ഥ ഞാൻ പറയാം. കല്യാണം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയോട് ഈ പയ്യൻ ചോദിച്ചു, നിനക്ക് വല്ല ലവ് അഫെയറും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഈ കുട്ടി പറഞ്ഞു ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞപ്പം ഈ പയ്യൻ പറഞ്ഞു എനിക്കൊരെണ്ണം ഉണ്ടായിരുന്നു, അതെന്നെ തേച്ചിട്ട് പോയത്, അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞ് കഥയെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ കുറച്ചു നേരം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു എന്നെ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഈ കൊച്ചും ഒരെണ്ണം പറഞ്ഞു. അതായത് പ്രീ ഡിഗ്രി +2 പഠിക്കുന്ന സമയത്തുള്ള ഒരു എണ്ണം. പിന്നീട് വിവാഹം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഇയാൾക്ക് സംശയരോഗമായി. ഇയാൾ അതെടുത്തിട്ട് ഈ കുട്ടിയോട് വളരെ മോശമായിട്ട് പെരുമാറുക, അവസാനം വിവാഹമോചനത്തിൽ ചെന്ന് കലാശിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ആരെങ്കിലും ഇഷ്ടമായിരുന്നു, നമ്മുടെ ആ കുഞ്ഞു പ്രായത്തിൽ നമ്മുടെ തോന്നുന്നതാണ്, നമ്മുടെ ഹോർമോണിൻ്റെയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ ബോധമുള്ള ചെറുക്കനും പെണ്ണുമാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ സ്നേഹം തോന്നാണ്ടിരുന്നാലാണ് എന്തൊക്കെയോ പ്രശ്നങ്ങളെന്ന് നമ്മൾ വിചാരിച്ചാൽ മതി, ഇല്ലേ? വിദേശത്തൊക്കെ അങ്ങനെയാണെന്നാണ് പറയുന്നത്. ആരോടും തോന്നിയില്ലെങ്കിൽ, ലവ് അഫെയർ ഒന്നും തോന്നിയില്ലെങ്കിൽ അവർക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് പറയുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മൾ അതിനെയൊക്കെ അങ്ങ് കളയാ, കുഞ്ഞു പ്രായത്തിൽ തോന്നിയതാണ് എന്നൊക്കെ വിചാരിക്കുക. തെറ്റിലൊന്നും ചെന്ന് ചാടാണ്ടിരുന്നാൽ മാത്രം മതി. തെറ്റുകൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ കൂട്ടുകൂടി നടക്കുന്നതിന് ഒന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ തെറ്റുകളിൽ ചെന്ന് ചാടാതെ നമ്മളെ സൂക്ഷിക്കേണ്ടത് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന ചിന്ത പെൺകുട്ടിക്കും ഉണ്ടായിരിക്കണം, ആൺകുട്ടിക്കും ഉണ്ടായിരിക്കണം. അത് കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം +2 കഴിയുമ്പോൾ അതെല്ലാം വിട്ടുപോയി എന്ന് ചിന്തിച്ചാൽ മാത്രം മതി. പിന്നെ എന്തും അധികമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്തും അധികമായാൽ അമൃതും വിഷം എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മളെ സൂക്ഷിക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടായിരിക്കണം, അത് പെൺകുട്ടിയാണെങ്കിൽ പ്രത്യേകിച്ച്. പിന്നീട് ഉള്ള കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ കണ്ടു, അയാളെ കല്യാണം കഴിക്കണം എന്ന് തീരുമാനിച്ചു എങ്കിൽ നമ്മളൊരു കൗൺസിലിംഗ് നടത്തി നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി വെക്കുക. നമ്മളിലുണ്ടായിരുന്ന കുഴപ്പങ്ങൾ ഇനി രണ്ടുപേരും കൂടിയ കൗൺസിലിങ്ങിന് പോകണമെങ്കിൽ ഏറ്റവും നല്ലത് അവിടെ വെച്ച് എല്ലാം പറഞ്ഞ് പരസ്പരം എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് എല്ലാം തീരുമാനമായ ശേഷം നമുക്ക് യോജിക്കുന്നതാണെങ്കിൽ മാത്രമേ നമ്മൾ വേറൊരു ബന്ധത്തിലേക്ക് ചെന്ന് ചാടാവുള്ളൂ. അല്ലാതെ എടുത്തു ചാടി ഓരോരോ ബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടിച്ച് ഇത് ഡ്രസ്സ് മാറും പോലെ മാറാവുന്ന ഒന്നുമല്ല കുടുംബജീവിതം എന്ന് പറയുന്നത്, ഇല്ലേ? അത്ര ഈസിയായ കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ചില ഭർത്താക്കന്മാരും ചില ഭാര്യമാരും വിവാഹത്തിൻ്റെ സമയത്ത് കാണിക്കുന്ന സ്വഭാവമായിരിക്കില്ല ഒരു 2 വർഷം കഴിയുമ്പോൾ കാണിക്കുന്നത്. അതൊത്തിരി പേരുണ്ട് അങ്ങനെ. കാരണം ആദ്യ നാളുകളിൽ ഭയങ്കര സ്നേഹമായിരിക്കും ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട്. അത് കഴിയുമ്പോൾ പതുക്കെ ആ വീട്ടിലുള്ള അമ്മയോടും അച്ഛനോടും പെങ്ങന്മാരോടും ഒക്കെ ആയിട്ട് സ്നേഹമായിട്ട് മാറുകയും ഈ വ്യക്തി ഒറ്റപ്പെടും. അതാണാണേലും പെണ്ണാണേലും ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഉണ്ടാകുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള ബന്ധം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല, ഇല്ലേ? നമ്മൾ ജീവിതത്തിൽ നരകം കളിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോകാത്ത അച്ഛനും അമ്മയും സഹോദരിമാരുമായിട്ടിരുന്ന് തമാശ പറയുന്ന ഒത്തിരി ചെറുക്കന്മാരുണ്ട്. ഭാര്യേനെ കൂട്ടില്ല, ഭാര്യ ഒറ്റപ്പെട്ട് വീട്ടിലെ പണിയും ചെയ്ത് നടക്കുന്ന ഒത്തിരി പെണ്ണുങ്ങളുണ്ട്. പുറത്ത് പറയാനും ബുദ്ധിമുട്ട്, വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്നോർത്ത് മനസ്സിലടക്കി പിടിക്കുന്ന സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ ഒത്തിരി പേരുണ്ട്. നമ്മളോർക്കും, ചിലർ പറയും എൻ്റെ മരുമകളെ ഞാൻ മകളെ പോലെയാണ് കണക്കാക്കുന്നതെന്ന് പറയും. മകളെ പോലേനേ ഉള്ളൂ, മകളായിട്ടില്ല, ഇല്ലേ? അപ്പോൾ അതിനകത്തൊരു തിരിച്ചു വ്യത്യാസം ഇല്ലേ? അങ്ങനെയല്ല. നമ്മുടെ വീട്ടിൽ വരുന്ന കുട്ടീനെയും കൂടി ഇരുത്തി നമ്മൾ സംസാരിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ ആ കുട്ടിക്ക് നമ്മളോട് സ്വാഭാവികമായിട്ടൊരു സ്നേഹം വരും. അതേപോലെ എല്ലാ കാര്യങ്ങളും ഈ അമ്മായിയമ്മയും അമ്മായിയച്ഛനും പെങ്ങളോടും പറയേണ്ട ഉണ്ടോ എന്നൊന്ന് ചിന്തിക്കണം. എന്നിട്ട് അവരെ ഒറ്റപ്പെടുത്തും പോലെ തമാശകൾ പറയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് സ്വാഭാവികമായിട്ടും തോന്നും അതെന്താ എൻ്റെ കാര്യമാണോ പറയണേ എന്ന്. ശരിക്കും പറഞ്ഞില്ലെങ്കിൽ പോലും ഒരു സംശയമെങ്കിലും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള ഒറ്റപ്പെടുത്തലുകളും എന്ത് കാര്യം ചെയ്യുമ്പോഴും കൂടെ നിർത്താൻ ശ്രമിക്കുക. അവിടെ ആ സന്തോഷം കൂടുകയേ ഉള്ളൂ. ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങൾ. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പറയുക. അല്ലാതെ എല്ലാവരോടും നമ്മുടെ കാര്യങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കാതിരിക്കുക. അത് പിന്നീട് നമ്മൾ ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അവരെടുത്തിടുന്നത്. അന്ന് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് അവരെന്നോട് പറഞ്ഞായിരുന്നു, ഇന്ന കാര്യത്തിനല്ലേ പ്രശ്നം ഉണ്ടാക്കിയെന്നൊക്കെ വലിയ തമാശ രൂപേണ പറയും. പക്ഷേ ആ തമാശ ചിലപ്പം കുറുക്കിക്കൊള്ളുന്നത് ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും എല്ലാം പറയേണ്ട, അത് നമ്മുടെ ബെഡ്റൂമിൽ തീരുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അത് തീർത്ത് കളയുക, മുന്നോട്ട് കൊണ്ടുപോകാണ്ടിരിക്കുക. ഒത്തിരി പേരെ അനുഭവത്തിൽ നിന്ന് കൊണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. അല്ലാതെ വലിയ സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ ഒന്നുമല്ല. നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ ചുറ്റുമുള്ള അനുഭവങ്ങളും വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താൻ, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ സാധിക്കുമെങ്കിൽ നല്ലതല്ലേ. പിന്നെ പലരും ഉണ്ട് കേട്ടോ, പല ബന്ധങ്ങളിലും ചെന്ന് ചാടുന്നത് ഒന്നും ആലോചിക്കാതെയാണ്. പല പെൺകുട്ടികളും അതെ, ആൺകുട്ടികളും അതെ, എടുത്ത് ചാടി ഓരോന്ന് ചെന്ന് ചാടി പിന്നീട് അതിനകത്ത് ഊരിപ്പോരാൻ എന്ത് കഷ്ടപ്പാടാണ് സഹിക്കുന്നത്. പിന്നെ ആ കുട്ടികൾ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളും കൂടെ അതിനകത്ത് ഇടപെടേണ്ട അവസ്ഥയും കൂടെ വരും.
അപ്പോൾ എപ്പോഴും നോക്കിയും കണ്ടും മാത്രമേ ഓരോ പ്രശ്നങ്ങളിലും ചെന്ന് ചാടാവുള്ളൂ. നമ്മളെല്ലാ കാര്യവും ശരിയാണ്, എല്ലാം അവർ പറയുന്നതൊക്കെ ശരിയാണെന്ന് ഒന്നും വിചാരിച്ചുകൊണ്ടിരിക്കുകയൊന്നും വേണ്ട. അപ്പോൾ കുറച്ചൊക്കെ നിയന്ത്രണങ്ങൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷകരമായിരിക്കും. ഒരു വേർപിരിയൽ എന്ന് പറയുന്ന അത്ര ഈസിയായ കാര്യമൊന്നുമല്ല. അപ്പം അതുണ്ടാവാണ്ടിരിക്കാൻ നമ്മൾ പരസ്പരം വിട്ടുവീഴ്ചകളും തയ്യാറാകുക. എന്തൊക്കെയുണ്ടെങ്കിലും ഒത്തിരി കുറവുകളുടെ കൂടിയാണ് മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവം. എല്ലാവരും എല്ലാം തികഞ്ഞൊന്നും അല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം സ്വഭാവത്തിലാണെങ്കിലും പ്രവൃത്തിയിലാണെങ്കിലും ഒക്കെ മാറ്റങ്ങളുണ്ട്. അപ്പം അതിനകത്തൊക്കെ കുറേ വിട്ടുവീഴ്ചകൾ പരസ്പരം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, കുടുംബജീവിതം ഒരുമാതിരി സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കോളും. അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.